നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുടകപ്പാലയെയാണ്. അതിസാരത്തിനുള്ള ഏറ്റവും ശക്തമായ ഔഷധമായാണ് കുടകപ്പാലയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദ ശാസ്ത്രം ഇതിനെ അതിസാരഘ്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെടുന്ന കുടജത്തിൻ്റെ ശാസ്ത്രീയ നാമം ഹൊളറീന ആൻറ്റി ഡിസെൻട്രിക്ക എന്നാണ്. സംസ്കൃതത്തിൽ കുടജം, ഇന്ദ്രയവം, ഗിരിമല്ലിക, വത്സകം എന്നെല്ലാമാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സാധാരണയായി 1200 മീറ്റർ വരെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. കേരളത്തിൽ പീരുമേട മുതലായ സ്ഥലങ്ങളിൽ ഇത് ധാരാളമായി കാണുന്നു. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് കുടകപ്പാല. ഇതിൻ്റെ ഇലകൾ അഭിമുഖമായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലയുടെ മുകൾ ഭാഗം കടും പച്ചനിറവും താഴ്ഭാഗം ഇളം പച്ചനിറവുമാണ്. ഏകദേശം 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഇലകൾ വളരെ മൃദുവാണ്. അതുകൊണ്ട് തന്നെ സിരകൾ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണപ്പെടുന്നു. ഇലഞ്ഞെട്ട് വളരെ ചെറുതാണ്. പത്രകക്ഷത്തിൽ നിന്നുണ്ടാകുന്ന പുഷ്പമഞ്ജരിയിലാണ് പുഷ്പങ്ങൾ കാണപ്പെടുന്നത്. ഏകദേശം മഞ്ഞ കലർന്ന വെള്ള നിറമാണ് പുഷ്പങ്ങൾക്ക്. 5 ദളങ്ങളുള്ള പുഷ്പങ്ങൾക്ക് 5 കേസരങ്ങളുമുണ്ട്. തീരെ ചെറിയ പുഷ്പങ്ങൾ സുഗന്ധമുള്ളവയുമാണ്. ഏകദേശം 20 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന പച്ച നിറത്തോടു കൂടിയ പയറുപോലെ തൂങ്ങിക്കിടക്കുന്ന ഫലങ്ങളാണ് കുടകപ്പാലയുടേത്. ഇതിനുള്ളിൽ ധൂസര വർണ്ണത്തിലുള്ള ധാരാളം വിത്തുകൾ കാണാം. ഈ സസ്യത്തിൻ്റെ ഏതു ഭാഗത്ത് മുറിവുണ്ടാക്കി നോക്കിയാലും പാല് പോലുള്ള നീരൊഴുകുന്നത് ഇതിൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അപ്പോസൈനേസിയ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 വർഷത്തിലധികം പ്രായമുള്ള സസ്യത്തിൻ്റെ തൊലി ശരത്കാലത്തിൽ സംഭരിക്കുന്നതാണ് ഇതിനുത്തമം. തൊലിയും വിത്തുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇത് കൃമിനാശിനിയാണ്, അതിസാരഘ്നമാണ്, രക്തസ്തംഭനമാണ്. കുടകപ്പാലയുടെ കൂടുതലായുള്ള ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കുടജം അല്ലെങ്കിൽ കുടകപ്പാല അരി, അതിൻ്റെ അരിയാണ്. കുടജോ അതിസാരി എന്നാണ് അഗ്രൗഷധം ആയുർവേദത്തിൽ പറയുന്നത്. അതായത് അതിസാരത്തിലെ ഏറ്റവും അഗ്രമായ ഔഷധമാണ് ഈ കുടകപ്പാല അരി. ഈ കുടജാരിഷ്ടം ഇത് ചേർത്തുണ്ടാക്കുന്നതാ. ഈ വയറിങ്ങനെ ഇളകിപ്പോകുന്ന നിൽക്കാണ്ട് വയറിളകി പോകുന്ന ആൾക്കാർക്ക് കുടജാരിഷ്ടം, അതുപോലെ തന്നെ കുടജത്തിൻ്റെ ഈ നീര് അല്ലെങ്കിൽ അത് കഷായം വെച്ച് ലേശം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. പിന്നെ ഇതിന് ഒരു ഗുണമുള്ളത്, ഇതിൻ്റെ ഈ കുടയുടെ പട്ടയോ അല്ലെങ്കിൽ എലിയോട്ട് അരച്ചിട്ട് ഈ പുറമെ ഉണങ്ങാത്ത രക്തം സ്രാവമായിട്ടുണ്ടാകുന്ന വ്രണത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. രക്തസ്തംഭനം എന്നൊരു ഗുണമുണ്ട്. ഈ രക്തം സ്രവിക്കുന്ന മുറികളിൽ ഇതിൻ്റെ ഇല ഒരു പോൾട്ടീസായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. പിന്നെ ഇതിന് ഈ രക്തസ്തംഭനം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ രക്തം ലൂസാവുക, തിന്നാവുക, രക്തം അധികം തിന്നായിട്ടുണ്ടാകുന്ന കണ്ടീഷനിൽ, അതായത് ഈ പെർപ്യൂരിക് ഡിസീസ് എന്ന് പറയും, ഈ രക്തം പെട്ടെന്ന് നിൽക്കാണ്ട് രോമകൂപത്തോടെയൊക്കെ പോകുന്ന കണ്ടീഷനിലും ഇത് പാൽക്കഷായമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും.